ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ തമിഴിൽ കണ്ട പോലെ തന്നെ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഗുണങ്ങളും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. ഇപ്പോൾ ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഹെയറിൽ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഞാൻ ഒരു +2 കഴിഞ്ഞ സമയത്ത് ഞാൻ ചെയ്തു. കോളേജിലൊരു സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ രണ്ടാമത് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ മൂന്നാമത്തെ ഞാൻ ബോട്ടോക്സ് ആട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ട്രെയിറ്റനിങ് ഇന്നേ വരെ ചെയ്തിട്ടില്ല. സ്മൂത്തനിങ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ലാസ്റ്റ് ചെയ്തത് ബോട്ടോക്സ് ആട്ടോ. അപ്പോൾ എൻ്റെ ആണെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ നല്ല കോല മുടിയായിരുന്നു. ഈ ഒരു 10th ഒക്കെ വരുന്ന സമയത്ത് നല്ല ഉള്ളിൽ നല്ല കോലം മുടിയായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ ആ ടൈമിൽ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു സ്റ്റെപ്പ് കട്ടും അതുപോലെ തന്നെ ലെയർ കട്ടും. അപ്പോൾ ഞാനാണെങ്കിൽ സ്റ്റെപ്പോ ലെയറോ കട്ട് ചെയ്തിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ റേസർ കട്ട് പോലെയായിരുന്നു കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ അത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ഒരു റേസർ പോലെ ഒരു സംഭവം വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ 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 കട്ട് ചെയ്യാനാണ്, നോർമൽ സിസേഴ്സ് കൊണ്ടല്ല ആ ടൈമിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണോ എന്താണോ എന്ന് എനിക്കറിയില്ല, എൻ്റെ കോലമുടി എന്നുള്ളത് അതിൻ്റെ ടെക്സ്ചർ, ഹെയറിൻ്റെ ടെക്സ്ചർ കംപ്ലീറ്റ്ലി മാറി വേവി പോലെ ആയിട്ടുള്ളൂ. ഭയങ്കര കേളിയല്ല, എന്നാലും ഭയങ്കര വേവി പോലെ കിട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ അതിപ്പോൾ ആ ടൈമിലൊന്നും അതിനെ കുറിച്ചിട്ട് ഓർക്കോ കാര്യങ്ങളൊന്നും ചെയ്തില്ല. പിന്നെ ഞാനിങ്ങനെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഒരു കസിൻ ഉണ്ട് കേട്ടോ. അവളുടെ ഹെയർ ആണെങ്കിൽ എന്നെക്കാട്ടും എൻ്റെ അമ്മയുടെയും അവളുടെ ഇങ്ങനെ കുറ്റി ചൂല് പോലെ കിടക്കും, അത്രയും സ്ട്രെയിറ്റ് ആയിട്ട് ചൂല് പോലെ കേട്ടോ. ഒരു ഇങ്ങനെ കോലനായിട്ട് അടിഭാഗത്ത് ഇങ്ങനെ വേവി ഒന്നും അല്ലാണ്ട്, എൻ്റെ ആണെങ്കിൽ ഇങ്ങനെ കോലനായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു ഇതായിട്ട് ഭയങ്കര കോലനല്ലോ. അപ്പം ഞാൻ നോക്കുമ്പോൾ അവൾ ഇതുപോലെ എന്തോ ഹെയർ കട്ട് എന്തോ കാര്യങ്ങളൊക്കെ സ്റ്റൈൽ ചെയ്തിട്ട് കട്ട് ചെയ്തതിന് ശേഷം അവളുടെ കണ്ടപ്പോൾ അവളുടെ മുടിയും ഭയങ്കരമായിട്ട് ഇങ്ങനെ വേവി പോലെയായിട്ട് കണ്ടു കേട്ടോ. ഞാൻ ചോദിച്ചു എന്തേടി എങ്ങനെയായി? അപ്പോൾ ഹെയർ കട്ട് അങ്ങനെ ചെയ്തിട്ടാന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു കേട്ടോ. ഇനി സ്ട്രെയിറ്റ് ആക്കാൻ എന്താ മാർഗം എന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ആണെങ്കിൽ അങ്ങനെ ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയർ പെട്ടെന്ന് അങ്ങനെ ഹെയർ കട്ടും അങ്ങനത്തെ ഓരോ വെറൈറ്റി ഇതൊക്കെ ചെയ്തതിന് ശേഷം ഭയങ്കര വേവിയായി മാറി. പിന്നെ എനിക്കത് ഇഷ്ടമുണ്ടായിരുന്നില്ല അത്രയും വേവിയായിട്ട്. പിന്നെ ഇത്രയും ഹെയറിനാണ്, ഷോർട്ട് ഹെയർ ആയിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ ഈ ലെയറും സ്റ്റെപ്പായത് കിടക്കണോണ്ടാന്ന് തോന്നുന്നു എൻ്റെ ഭയങ്കര വേവിയായിട്ടായിരുന്നു കിടക്കണത്. അപ്പം എനിക്കത് ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല ഭംഗിയിൽ പോണിട്ടേലൊക്കെ കിടക്കുമ്പോൾ നല്ല കൊല പോലെ കിടക്കെങ്കിലും എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല, എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പം ഞാനൊരു കോളേജിൽ ഒരു സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോൾ എൻ്റെ ഒരു കസിൻ്റെ കല്യാണം. അപ്പം ഞാൻ സ്മൂത്തനിങ് ആട്ടോ ആദ്യം ചെയ്ത്. അപ്പോൾ എന്താ പറയുക, സ്മൂത്തനിങ് ചെയ്തു. അടിഭാഗത്ത് ആ ടൈമിൽ ട്രെൻഡിങ് ഇത്തിരി വേവ് ആയിട്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ചെയ്തപ്പോൾ അത് ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്നിട്ട് അടിഭാഗത്തും അത് സ്ട്രെയിറ്റ് ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്കത് ചെയ്തതിന് ശേഷം വലിയ മുടി കൊഴിച്ചുള്ള കാര്യങ്ങളോ എനിക്ക് അങ്ങനെ ഒന്നും സ്മൂത്തനിങ് ചെയ്തിട്ടൊന്നും എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും തോന്നിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇതുപോലെ സ്മൂത്തനിങ് ചെയ്തിട്ട് ഇപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞാൻ വീണ്ടും ഹെയർ കട്ട്. എപ്പോഴും ഞാൻ ഈ സ്മൂത്തനിങ് ചെയ്ത് ഏറ്റവും കൂടുതൽ ഭംഗി എനിക്ക് തോന്നിയിട്ടുള്ളത് യു അല്ലെങ്കിൽ സ്ട്രെയിറ്റ് കട്ടാട്ടോ, അല്ലെങ്കിൽ ഇത്തിരി വി അല്ല യുവും വി ആണ് ഇത്തിരി കൂടി നല്ലതായിട്ട് തോന്നിയാണ്. അപ്പം ഞാനാണെങ്കിൽ എപ്പോഴും കുറേ കാലമായിട്ട് അങ്ങനെ തന്നെയല്ല കട്ട് ചെയ്യണം, കുറച്ച് ചേഞ്ച് വേണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നാച്ചുറൽസിൽ ഏതൊരു സലൂണിൽ പോയിട്ട് ഞാൻ വാശി പിടിച്ചിട്ട് പറഞ്ഞു. അവിടെ ആണെങ്കിൽ നല്ല എന്താ പറയുക, നന്നായിട്ട് സ്റ്റൈൽ ചെയ്തിട്ട് നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ആയിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ചേട്ടന് കട്ട് ചെയ്യാൻ പോയതാണ്, അവിടെ യൂണിസെക്സ് സലൂണായിരുന്നു. അപ്പോൾ ഞാൻ പറയും എനിക്കും കട്ട് ചെയ്യണം എന്ന് വേണ്ടി. അപ്പോൾ ഓക്കെ ശരി എന്നുകൊണ്ട് ഫാമിലി ആയിട്ടൊക്കെ നമുക്ക് പോയിരിക്കാം. അപ്പോൾ അവിടെ ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. കട്ട് ചെയ്ത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ എൻ്റെ മുടി പണ്ടത്തെ പോലെ തന്നെ ഭയങ്കരമായിട്ട് വേവി, ഈ ഭാഗമൊക്കെ ഭയങ്കരമായിട്ട് വേവി, ഭയങ്കര വൃത്തികേടായി. അങ്ങനെ വൃത്തികേടായെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ സ്മൂത്തനിങ് ചെയ്തോ കേട്ടോ. അപ്പം ഞാൻ ഫ്രണ്ട് ഭാഗം മാത്രമാണ് ചെയ്തേക്കുന്നത്, ബാക്കിയൊന്നും ചെയ്തിട്ടില്ല. അപ്പോഴും എനിക്ക് ഹെയറിൽ അങ്ങനെ കൊഴിച്ചിലോ കാര്യങ്ങളോ ഒന്നും കാര്യമായിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ വീഡിയോസിൽ കാണുന്ന പോലെ ഒന്നും എനിക്ക് അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടുത്തെ ഇതൊക്കെ പണ്ടേ മുതലുള്ളതാ കേട്ടോ, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. എനിക്ക് ഇവിടെ ചൂടുകൂര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറുപ്പത്തിൽ. അപ്പോൾ ഈ ഭാഗത്ത് അതിന് ശേഷം എനിക്ക് അങ്ങനെ അവിടെ അത്രയ്ക്ക് അങ്ങനെ വരാറില്ല കേട്ടോ, അല്ലാണ്ട് ഇത് ചെയ്തിട്ടൊന്നുമല്ല. പിന്നെ ഞാൻ സ്മൂത്തനിങ് ഈ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എൻ്റെ മുടി ഭയങ്കരമായിട്ട് വേറെ അതുപോലെ തന്നെ വീണ്ടും ഞാനൊരു സ്ഥലത്ത് അപ്പോൾ ഒരാൾ വന്നായിരുന്നു കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ വീണ്ടും നമുക്ക് കുറേ കൊല്ലമായിട്ടോ,
കുറേ കല്ല ഇപ്പോൾ എപ്പോഴും ഈ സ്ട്രേറ്റും യു എൻ എല്ലാം ഇത്തിരി ചേഞ്ച് വേണമെന്ന് വിചാരിച്ചിട്ട് അതുപോലെ വീണ്ടും ലെയർ കട്ട് ചെയ്തപ്പോൾ വീണ്ടും ഹെയർ ടെക്സ്ചർ മാറി. എൻ്റെ ഇങ്ങനെ യുവും ഇത് ഇടുമ്പോൾ എൻ്റെ ഹെയർ ടെക്സ്ചറിന് ഒരു കുഴപ്പമില്ല. ഇങ്ങനെ കുറേ നാൾ നമുക്ക് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ സ്മൂത്തനിങ് അല്ല ബോട്ടോക്സ് ആണ് ലാസ്റ്റ്. അപ്പോൾ ഇങ്ങനെ സ്മൂത്തനിങ് അല്ല അവിടെ ഇങ്ങനെ പോയപ്പോൾ സ്മൂത്തനിങ് ചെയ്യാൻ തന്നെയാണ് പോയിക്കണേ. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ബോട്ടോക്സ് ചെയ്തോ, അതാണെങ്കിൽ ഈ കെമിക്കൽസ് ഒന്നും അധികം ഇല്ല, ഈ സ്മൂത്തനിങ്ങിൻ്റെ അത്ര കെമിക്കൽസോ സ്മൂത്തനിങ്ങിൻ്റെ അത്ര കെമിക്കൽസോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല, പ്രോട്ടീനായിട്ടുള്ള ഒരു ബോട്ടോക്സ് ട്രീറ്റ്മെൻ്റ് ആണ്, അത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരിയാ ചെയ്യാമെന്ന് പറഞ്ഞു. ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് ഈ വക കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് തിക്കായിട്ടുള്ള ഹെയർ ഉള്ളവർക്ക് ചെയ്യുമ്പോൾ എനിക്ക് അതിനെ തോന്നിയിട്ടില്ല. ബട്ട് ഭയങ്കരമായിട്ട് തിക്കല്ലാതെ നോർമലായിട്ടുള്ള മീഡിയം തിക്നെസ് ഒക്കെ ഉള്ളവർ ചെയ്യുമ്പോഴാണെങ്കിൽ ഭയങ്കരമായിട്ട് ഫേസ് ഇങ്ങനെ ഒട്ടി കിടക്കണം പോലെ തോന്നും കേട്ടോ. അപ്പം നിങ്ങൾ അങ്ങനത്തെ വല്ല ട്രീറ്റ്മെൻറ്റ്സോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് വല്ല ഫംഗ്ഷൻ വരുന്നേക്കാട്ടും ഒരു മാസം മുന്നൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കുറച്ചൊരു 20 ദിവസങ്ങൾക്ക് മുന്നൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ഒട്ടലൊക്കെ മാറി കിട്ടും കേട്ടോ. നമ്മളിങ്ങനെ വാഷ് ചെയ്ത് ഇതാക്കുമ്പോൾ സെറ്റാവും. അല്ലാണ്ട് നമ്മൾക്കിപ്പോൾ നാളെയാണ് ഫംഗ്ഷൻ വരുന്നെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ഭയങ്കര വൃത്തികേടാവും. ഞാനങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മാരേജിന് പോയിട്ട് ഫേസൊക്കെ ഇങ്ങനെ ഒട്ടിയാകെ ഇതാവും കേട്ടോ. ഭയങ്കര തിക്കായിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് നല്ല ബൗൺസി ആയിട്ടൊക്കെ ഇങ്ങനെ കിടക്കും അങ്ങനെ കേട്ടോ. അപ്പോൾ അത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെ ചെയ്യാൻ അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ. പിന്നെ ഞാൻ ബോട്ടോക്സ് ചെയ്തു. ബോട്ടോക്സ് കുറേ ടൈം എടുത്തിട്ടോ, എത്രയോ 5 എത്രയോ 6 എത്ര അവേഴ്സ് എടുത്തിട്ടാണ് ചെയ്തത്. വീഡിയോ ഓൾറെഡി യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കാണാം കേട്ടോ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ഫുൾ എങ്ങനെ ചെയ്തേക്കണേന്നുള്ളത്. അപ്പോൾ അങ്ങനെ അത് ചെയ്തതിന് ശേഷം പിന്നെ എന്താണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഡെലിവറിക്ക് ശേഷം കേട്ടോ ചെയ്തത്. അത് ചെയ്തുകൊണ്ടാണെന്ന് എനിക്ക് തോന്നണില്ല, കാരണം ഞാൻ മുന്നും ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഹെയർ ഫോൾ ഉണ്ടായിരുന്നു, പോസ്റ്റ് പാർട്ടം ഹെയർ ഫോൾ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ കുറേ ഹെയർ നല്ല രീതിയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഈ മിഡിൽ ഇങ്ങനെ പാർട്ടീഷൻ എടുക്കുമ്പോൾ ഭയങ്കര ഡിഫറൻസ് ആയിരുന്നു. അത് ഞാൻ നമ്മുടെ ഒരു റോസ്മേരിയുടെ ഒരു വാട്ടറൊക്കെ സെറ്റായിട്ട് ഇപ്പം എൻ്റെ കറൻറ്റ് ഹെയർ ഞാൻ എങ്ങനെയാണ് ഞാൻ കാട്ടിത്തരാം നിങ്ങൾക്ക്. ഞാൻ കളറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, മുന്നേ ചെയ്തതാണ്. ഇപ്പം ഹെയറിൽ ഒരു പരിപാടിയും ചെയ്യണില്ല, കാരണം ഇനി ഞാൻ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അധികം ചുണ്ടട്ടല്ല, ഇത്തിരി വേവി ആയിട്ട് കേട്ടോ. അപ്പം ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഹെയറിൻ്റെ കോലം. അതായത് ഇവിടെയൊക്കെ ഇത്തിരി വേവിയായി, അതായത് ഭയങ്കരമായിട്ട് വേവി ആയിട്ടുള്ള. ചിലവർക്ക് നമ്മൾ കാണുന്ന സ്പ്രിങ് പോലെ അങ്ങനെയൊന്നുമില്ല. ഈ ഭാഗത്തൊക്കെ കുറച്ച് വേവിയാണ്, പക്ഷെ ഇവിടെ ഒന്നും അങ്ങനെ ഇല്ല കേട്ടോ. പിന്നെ എനിക്ക് തോന്നി ഈ ഭാഗത്ത് കൂടുതൽ ഇങ്ങനെ ആവാൻ കാരണം ഇപ്പം നമ്മുടെ തന്നെ ഹെയർ നാച്ചുറൽ ഹെയർ ആണെങ്കിൽ കൂടി നമ്മളിങ്ങനെ ഏത് നേരം ഇങ്ങനെ മെടഞ്ഞിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിന് തന്നെ ഒരു ജസ്റ്റ് ഒരു ടെക്സ്ചറിന് ഒരു ചേഞ്ച് വരും. അപ്പം ഇത് ഈ ഭാഗത്ത് മാത്രം എന്താണ് ഇങ്ങനെ വേവി വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോണിറ്റെയിൽ ഏത് നേരം പോണിറ്റെയിൽ കെട്ടിയിട്ട് പിന്നെ ഉറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ബണ്ണിട്ടിട്ട് ഇങ്ങനെ കെട്ടണതുകൊണ്ടാണ് ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു വേവി പോലെ വന്നത്. ശരിക്കും ഞാൻ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കൊല്ലമായിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇല്ല, ഈ മെയ്യിൽ 1 ഇയർ ആവും ബോട്ടോക്സ് ചെയ്തിട്ട്. അപ്പോൾ എന്താ പറയുക, ഈ വേവി കാര്യങ്ങൾ ഇത്രയും മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഡാമേജോ കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഹെയർ ഇപ്പോഴും നല്ല സ്മൂത്ത് തന്നെ ആയിട്ടോ. വേറെ എന്താ പറയുക ഭയങ്കരമായിട്ട് കൊഴിഞ്ഞു പോവല്ലോ, ഭയങ്കരമായിട്ട് വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. മെയിൻറ്റെയിൻ ചെയ്യാനും നല്ല സുഖമാണ്. ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ കെയർ ചെയ്യണതിൻ്റെ എക്സ്പെൻസ് ഭയങ്കര കൂടുതലായിട്ട്. ഒരു ഷാമ്പൂവും കണ്ടീഷണറും ഭയങ്കര എക്സ്പെൻസീവ് ആട്ടോ. ഞാൻ ആദ്യമൊക്കെ അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാൻ നോർമൽ നമ്മളുള്ള വീട്ടിലുള്ള ഷാമ്പൂ ഒക്കെ ശരിക്കും അത് തന്നെ യൂസ് ചെയ്യണമെങ്കിൽ ഇതിനെക്കാട്ടും നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പോൾ കറണ്ട് ഇപ്പോൾ ഹെയർ ഇപ്പോൾ കുറേ നാളെ പിന്നെ 3 മാസം കൂടി 1 ഇയർ ആവും കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പോൾ കറണ്ട് ഹെയർ. പിന്നെ ഹെയർ ഫോളോ കാര്യങ്ങളൊന്നും അങ്ങനെയൊന്നുമില്ല, അധികമൊന്നുമില്ല. അപ്പോൾ ഇതാട്ടോ. അപ്പോൾ ആഫ്റ്റർ കെയറും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യാം. എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ നിങ്ങളിപ്പോൾ വല്ല കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ബോട്ടോക്സ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഈ സ്മൂത്തിനെങ്ങനെക്കാട്ടും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ബോട്ടോക്സ് ആട്ടോ. ഇനി എന്തായാലും പ്രത്യേകിച്ച് ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല, കാരണം നമുക്ക് നല്ല മുടി ഓൾറെഡി ഉണ്ട്. അപ്പം അതിൻ്റെ ഒപ്പം അത്യാവശ്യം നല്ല മുടിയാണെങ്കിൽ വെറുതെ സ്റ്റൈല് കട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളും ചെയ്യണ്ട കേട്ടോ. കാരണം നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വീണ്ടും ഹെയർ അതുപോലെ തന്നെ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യണം തോന്നും.
ഇപ്പം എനിക്കിപ്പോൾ കറൻ്റിൽ എൻ്റെ മൈൻഡിൽ ഇപ്പോഴേക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. എനിക്കുള്ള ഹെയർ തന്നെ ജസ്റ്റ് നല്ല ഹെൽത്തിയാണ്. മുന്നേ ഇങ്ങനെയല്ല, ഭയങ്കര ഡ്രൈ ഒക്കെ ആയിട്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല ഹെൽത്തി. പിന്നെ ഞാനൊരു കാര്യം നിങ്ങളോട് എന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഭയങ്കരമായിട്ട് കളറൊക്കെ ഹെയർ ചെയ്തു എന്ന് വിചാരിക്കും, ഭയങ്കരമായിട്ട് ബ്ലോണ്ട് കളറൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല സ്റ്റൈലിഷ് ആണെങ്കിലും കുറച്ച് വാഷൊക്കെ കഴിയുമ്പോൾ നമുക്കതൊരു അൺഹെൽത്തി ഹെയർ പോലെ തോന്നും. ഇതെന്തെങ്കിലും നിറച്ചിരിക്കണം, എന്താ ആകതായ പോലെയൊക്കെ നമുക്കിങ്ങനെ തോന്നും. പക്ഷെ ഞാനെപ്പോഴും ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ നമ്മൾ ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ഇതുപോലത്തെ ഡാർക്ക് കളർ അല്ലെങ്കിൽ ബ്ലാക്ക് കളറാകുമ്പോൾ നമ്മുടെ മുടിയിൽ ഇങ്ങനെ ബ്ലാക്ക് കളറാകുമ്പോൾ ഒരു ഹെൽത്തി ലുക്കാട്ടോ നമ്മുടെ ഹെയറിന്. നല്ല ഹെൽത്തി ആയിട്ട് നല്ല എന്താ പറയുക അടിപൊളിയായിട്ട് എനിക്ക് പേഴ്സണലി തോന്നാറുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ അങ്ങനത്തെ കളേഴ്സൊന്നും എനിക്ക് ചേരൂല, എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. ഇങ്ങനെ അടിച്ചിതാക്കണവരും എനിക്ക് അങ്ങനെ വലിയ ഇതില്ല. ഇതാകുമ്പോൾ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട്, ചിലവരുടെ മുടി ഇങ്ങനെ ഇതായിട്ട് നമുക്ക് ചകിരി പോലെ നീര് കൊടുക്കാൻ തോന്നും. എനിക്ക് ഭയങ്കര അസ്വസ്ഥത. അത് ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഭയങ്കര അസ്വസ്ഥത. അങ്ങനെ മുടി ആകതായിട്ട് ഇങ്ങനെ കാണുമ്പോൾ എപ്പോഴും ഇങ്ങനെ മുടിയൊക്കെ ഇതാക്കുമ്പോൾ ഇങ്ങനെ ഇതാവുന്ന രീതിയിലുള്ളൊരു ഹെയർ ആകുമ്പോൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണ്. അധികം ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ. പിന്നെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാക്സിമം ഇങ്ങനെ മുടിയൊന്നും കെട്ടി വെക്കാണ്ട് എപ്പോഴും അഴിച്ചിട്ട് നടക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ ആണെങ്കിൽ ചൂട്ടത്തൊക്കെ എങ്ങനെയാണ് കെട്ടി വെക്കാണ്ട് അഴിച്ചിട്ട് നടക്കുക. അപ്പം മാക്സിമം ഇങ്ങനത്തെ വക ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും കെട്ടി വെക്കാണ്ട് നല്ല കെയറൊക്കെ ചെയ്താൽ ഈ വേവി പോലും ഇല്ലാണ്ട് നമുക്ക് കുറേ നാളും കൂടി നിൽക്കും കേട്ടോ. ഇനിയിപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ നാച്ചുറൽ ഹെയർ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ കോലമുടിയാണിത്. ഇപ്പോൾ കണ്ടില്ലേ ഈ ഒരു ഇതാണ്. ഞാനതുപോലെ തന്നെ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാട്ടോ നാച്ചുറൽ ഹെയർ വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ, കോസ്റ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് അന്ന് എനിക്ക് പരിചയമുള്ള ആളായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് എനിക്ക് അത്ര അധികം വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഹെയറും അത്രയ്ക്ക് ലെങ്ത് ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇവിടെ വരുന്നതായിരുന്നു ഹെയർ. അപ്പോൾ എനിക്കൊരു 6K ഒക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് അറിയാവുന്ന സ്ഥലം ഇതുകൊണ്ടായിരുന്നു കേട്ടോ. ഇപ്പം എനിക്കറിയില്ല റേറ്റ് കൂടുതലാണോ എന്നൊന്നുമല്ല, ആ ടൈമിൽ അത്രയായിരുന്നു. പിന്നെ ഞാൻ വേറൊരു അടിപൊളി സലൂണിൽ ചെയ്തപ്പോൾ സ്മൂത്തനിങ് ചെയ്തപ്പോൾ 10K ആയിരുന്നു കേട്ടോ അന്ന് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അത് അത്രയും ഫേമസ് ആയിട്ടുള്ള സലൂൺ ആയതുകൊണ്ടാണ് 10K ചോദിച്ചത്. പക്ഷേ ഇതെനിക്ക് പരിചയമുള്ളതും കൊണ്ടും പിന്നെ ഹെയറിന് അത്ര ലെങ്ത് ഇല്ലാത്തതുകൊണ്ടും 6K 6.5 ആ ഒരു റേഞ്ചിലാണ് ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഈ ബോട്ടോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കൂടുതലായിരിക്കും. പിന്നെ പ്രൊഡക്ട്സിനും അതിൻ്റെയൊക്കെ ഇതിന് ചേഞ്ച് വരും. പിന്നെ അടിപൊളി ഭയങ്കര ഞാൻ മുന്നേ പോയ പോലെ അങ്ങനത്തെ സലൂണിലാണെങ്കിൽ അവിടെ ചിലപ്പോൾ 10K മോർ ദാൻ 10K ഒക്കെ ആവും. ചിലയിടത്ത് ഈ സലൂണിൻ്റെ പേര് മാത്രമല്ല, വലിയ പ്രൊഡക്ട്സ് ഒക്കെ മിക്കതും ലോറിയലിൻ്റെയും ഇതിനൊക്കെ സെയിം തന്നെയാണ്. പക്ഷെ അവർ സലൂൺ അത്രയും എസ്റ്റാബ്ലിഷ്ഡായി അത്രയും പേര് കേട്ട സലൂൺ ആയതുകൊണ്ട് അവരത്രയും ഇതാക്കുന്നത്. ഇങ്ങനത്തൊക്കെ ചോദിച്ച് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും വീഡിയോസിലൊക്കെ ആണെങ്കിലും നമുക്ക് നോക്കി ഇങ്ങനെ കുറേ കാണാൻ നല്ലത്. റിവ്യൂസും കാണാൻ കുറേ പേര് ചെയ്തത്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് കാണാൻ ചെയ്തിട്ടൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് ആ കണ്ടീഷണറും അതും ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഭയങ്കര എക്സ്പെൻസീവ് ആണ്, അല്ലാണ്ട് വേറെ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഞാനിന്ന് എന്താണെന്നറിയില്ല, എനിക്കത് പറഞ്ഞു തരണമെന്ന് തോന്നി. ഇപ്പോൾ 1 ഇയർ ആവാറായില്ലോ, പറഞ്ഞു തരണമെന്ന് തോന്നി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസായി ഞാൻ വരുന്നതായിരിക്കും. അതുവരയ്ക്കും ബൈ.